യിരെമ്യാവ് 39 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹൂദ രാജാവായ സിദെക്കീയാവിന്റെ 9 ആണ്ടിൽ 10 മാസത്തിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസരും അവന്റെ സകല സൈന്യവും യെരൂശലേമിന്റെ നേരെ വന്നു അതിനെ നിരോധിച്ചു. സിദെക്കീയാവിന്റെ 11 ആണ്ടിൽ 4 മാസം 9 തീയതി നഗരത്തിന്റെ മതിൽ ഒരിടം ഇടിച്ചു തുറന്നു. ബാബേൽ രാജാവിന്റെ സകല പ്രഭുക്കന്മാരുമായ നേർഗൽ ശരേസരും സങ്കർ നെബോവും സർ സഖീമും രബ് സരീസും നേർഗൽ ശരേസരും രബ് മാഗും ബാബേൽ രാജാവിന്റെ ശേഷം പ്രഭുക്കന്മാരൊക്കെയും അകത്ത് കടന്ന് നടുവിലത്തെ വാതിൽക്കൽ ഇരുന്നു. യഹൂദ രാജാവായ സിദെക്കീയാവും എല്ലാ പടയാളികളും അവരെ കണ്ടപ്പോൾ ഓടിപ്പോയി. അവർ രാത്രിയിൽ രാജാവിന്റെ തോട്ടം വഴിയായി 2 മതിലുകൾക്കും നടുവിലുള്ള വാതിൽക്കൽ കൂടി നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു അരാബ വഴിക്ക് പോയി. കൽദയരുടെ സൈന്യം അവരെ പിന്തുടർന്നു. യെരിഹോ സമഭൂമിയിൽ വെച്ച് സിദെക്കീയാവോടൊപ്പം എത്തി അവനെ പിടിച്ചു ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസരിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവന് വിധി കൽപ്പിച്ചു. ബാബേൽ രാജാവ് റിബ്ലയിൽ വെച്ച് സിദെക്കീയാവിന്റെ പുത്രന്മാരെ അവൻ കാൺക കൊന്നു. യഹൂദ കുലീനന്മാരെയൊക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു. അവൻ സിദെക്കീയാവിന്റെ കണ്ണു പൊട്ടിച്ചു. അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചങ്ങലയിട്ട് ബന്ധിച്ചു. കൽദയർ രാജഗൃഹത്തെയും ജനത്തിന്റെ വീടുകളെയും തീവെച്ച് ചുട്ടു യെരൂശലേമിന്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞു. നഗരത്തിൽ ശേഷ ജനത്തെയും തന്റെ പക്ഷം ചേരുവാൻ ഓടിവന്നവരെയും ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും അകമ്പടി നായകനായ നെബൂസർ അദാൻ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവരെ അകമ്പടി നായകനായ നെബൂസർ അദാൻ യഹൂദാദേശത്ത് പാർപ്പിച്ചു. അവർക്ക് അന്ന് മുന്തിരിത്തോട്ടങ്ങളും നിലങ്ങളും കൊടുത്തു. യിരെമ്യാവെക്കുറിച്ച് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ അകമ്പടി നായകനായ നെബൂസർ അദാനോട്, നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടിവെച്ചു അവനോടൊരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്ക എന്ന് കൽപ്പിച്ചിരുന്നു. അങ്ങനെ അകമ്പടി നായകനായ നെബൂസർ അദാനും നെബുശാസ്ബാനും രബ് സാരീസും നേർഗൽ ശരേസരും രബ് മാഗും ബാബേൽ രാജാവിന്റെ സകല പ്രഭുക്കന്മാരും കൂടെ ആളയച്ചു യിരെമ്യാവെ കാവൽപുരമുറ്റത്തുനിന്ന് വരുത്തി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതിന് ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗെദല്യാവെ ഏൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തിന്റെ ഇടയിൽ പാർത്തു. യിരെമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്ന കാലത്ത് യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായതെന്നാൽ, നീ ചെന്ന് കൂശനായ ഏബേദ് മേലേക്കിനോട് പറയേണ്ടത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ എന്റെ വചനങ്ങളെ ഈ നഗരത്തിന്മേൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര നിവർത്തിക്കും. അന്ന് നീ കാണുക അവ നിവൃത്തിയാകും. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും. നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ വിടുവിക്കും. നീ വാളാൽ വീഴുകയില്ല. നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്.